ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ഒരു സ്പെഷ്യൽ ഡേയെ കുറിച്ചിട്ടുള്ള വ്ളോഗാട്ടോ. അതായത് April 4th എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും വിലപ്പെട്ട് വേറൊരു ദിവസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് February 7th എൻ്റെ ഉണ്ണി ഉണ്ടായ ദിവസം കേട്ടോ. എനിക്കപ്പോൾ അത്ര സ്പെഷ്യലായൊരു ഡേ ആട്ടോ. അത്രയും സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ബിഗ് ഡേ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനായിട്ടും കൂടി കുളിച്ചിട്ട് അമ്പലത്തേക്ക് പോയി 3 വർഷങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ കടന്നു പോണത്. അതും അപ്പോൾ ഉണ്ണിയോടി ആ ഷൂട്ടിനും കൂടി ഉണ്ടായപ്പോൾ അവനും പെട്ടെന്ന് വളരുന്നു. ഞങ്ങൾ 3 വർഷം തയ്ക്കണം. ഒരിക്കലും കല്യാണം കഴിക്കാൻ യാതൊരു ചാൻസ് ഇല്ലാത്തവരായിരുന്നു. അത് ഞങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് 3 വർഷമായി എന്ന് പറയുമ്പോൾ എന്തൊരു വല്ലാത്തൊരു സന്തോഷവും അത് വേറെ എന്തൊക്കെയൊക്കെ ഒരു ഫീൽ തോന്നുന്ന ഒരു ടൈമാട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ കുളിച്ച് അമ്പലത്തിലേക്ക് പോയി നിറയെ പ്രാർത്ഥിച്ചു. ഇനി ഒരുപാട് കൊല്ലം ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ട് വിചാരിച്ച് പ്രാർത്ഥിച്ചു. ഞാനും ഏട്ടനും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉണ്ണിയും പിന്നെ ഇത് ഉണ്ണിയാട്ടോ, ചെറിയ അപ്പുറത്തെ വീട്ടിലത്തെ ഉണ്ണിയാണ്. ഇവരിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, രണ്ടുപേരും ഭയങ്കര ഫൈറ്റാണ്. ഇവർ രണ്ടുപേരും കണ്ടപ്പടിയാണ്. ഇത് എന്തോ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത്രയും സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് നമുക്കൊരു പായസമൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് ഏട്ടൻ സേമിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ പായസം വെക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും അമ്മ അവിടെ ഉച്ചത്തെ ഏകദേശം ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മ രാവിലെ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വറുത്ത് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മറ്റേ സേമിയ വറുത്തു കേട്ടോ. വറുക്കാത്ത സേമിയായിരുന്നു. അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഇട്ട് വറുത്ത് വെച്ചു. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയൊക്കെ ഇട്ട് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവോള ഓൾവേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുക്കളയത്തെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പായസം വയ്ക്കുക, റൈസ് വയ്ക്കുക, ഇത്ര മാത്രമായിട്ട് വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി. നമ്മൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ, അപ്പുറത്ത് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാമല്ലോ വെച്ചിട്ട് ബിരിയാണിയും ചിക്കൻ കറി പായസവും പിന്നെ സലാഡൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഉണ്ണികളൊക്കെ ഉണ്ട് കേട്ടോ. അനിയത്തികളുണ്ട് വീട്ടിൽ, അനിയൻ വരും, പിന്നെ വലിയച്ഛൻ്റെ കസിൻസ് അവരൊക്കെ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ഞാനായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ലഞ്ച് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ മോളിക്ക് പോയിട്ട്, ആൾക്ക് വർക്കായിരുന്നു, ലീവ് ഉണ്ടായിരുന്നില്ല. ഏട്ടൻ മോളിക്ക് പോയി 3 ദിവസം പുറത്ത് 3 ദിവസം വർക്കും അങ്ങനെ വീട്ടിലാട്ടോ. വർക്ക് ഫ്രം ഹോമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജനാലൊക്കെ തുറന്ന് നോക്കുമ്പോൾ പുറത്തൊരു 3 മണിക്ക് മഴ പെയ്തില്ല. ആ ടൈം ആട്ടത് നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴയത്തൊക്കെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്ത് രസാലേ. ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരുന്നു. ചിലതൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരും. എന്തോ നടക്കാത്തതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടേ ഇരിക്കണോ, ഇനിയിപ്പോൾ എന്താവോ നമുക്കറിയില്ല. എന്നാൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ പോകണം എന്നുള്ള നല്ല ഹാപ്പിനെസ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പെയ്ത മഴ പോലെ തോന്നിയിട്ട് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, ഇന്ന് എന്താ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട്. ഇതിപ്പോൾ 3 വർഷമായി ഞാൻ ഇതുവരെ ഇങ്ങനെ ഏപ്രിലൊന്നും ഇങ്ങനെ മഴ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ സ്പെഷ്യലായി പെയ്ത മഴ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചേരം ഇരുന്നു. ആളെന്നെ മൈൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ നല്ല വർക്കിലായിരുന്നു. പിന്നെ ലീവ് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ലീവ് കിട്ടിയില്ല എന്നല്ല, നാളെ ആൾക്കൊരു ടൂർണമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആൾ നാളെ ലീവ് എടുത്തിട്ട് ഇന്ന് ലീവ് എടുത്തില്ല. അതിന് ശേഷം ഞാൻ എൻ്റെ പഴയ 2021 ഡയറി എടുത്ത് നോക്കിയിട്ട്, ഞങ്ങൾ മീറ്റ് ചെയ്ത് 2020 21 ഞങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് വന്നു. ഞാനുമായിട്ട് കാണാനും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ മിണ്ടലും കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എഴുതി വെച്ച ഓരോരോ ഡയറിക്ക് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ച്, ഇത് കണ്ടപ്പോൾ തന്നെ ആൾ ഇറങ്ങിപ്പോയി. എന്താ നീ ഇതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് തന്ന ഗിഫ്റ്റ് ഇട്ട് കവർ എൻ്റെ ടീഷനെ കുട്ടിക്ക് ഷോ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഏട്ടൻ പോയിട്ട് ഏട്ടൻ ഇങ്ങനെ ചോദിക്കും, എന്തിനാ നീ ഇതിപ്പൊക്കെ എടുത്തെന്ന് ചോദിച്ചു. എനിക്കിത് എടുക്കുമ്പോൾ വേറൊരു സ്പെഷ്യൽ മെമ്മറീസൊക്കെ വരും കേട്ടോ. ഏട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ ഇതൊക്കെ നീ ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണോ, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, കാണാൻ ഇഷ്ടമാണ്. എന്നാൽ ഇത് എടുക്കുമ്പോഴൊക്കെ എന്നെ കളിയാക്കും കേട്ടോ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഫീലായിട്ട് ആൾക്ക്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് നമുക്ക് കുട്ടിയെ നമുക്ക് 3 വർഷം കഴിഞ്ഞ് എന്തിനാ ഇതൊക്കെ പറയണമെന്ന്. ഇത് ഞങ്ങൾ കറങ്ങാൻ പോകുന്ന ടൈമിലുണ്ടായിരുന്ന ടിക്കറ്റൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ടിക്കറ്റ് ഇല്ലേ, ഞാനതൊക്കെ കളക്ട് ചെയ്ത് വെക്കായിരുന്നു. നോക്ക് നമ്മുടെ ഓരോ പ്രാന്തേട്ടൻ്റെ ഒരു നോട്ടീസിൽ ഒരു പേര് വന്നപ്പോൾ ഞാനൊക്കെ ഇതെടുത്ത് വെക്കായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല രസം. അന്ന് എനിക്കിത് വല്ലാത്ത ഫീലായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സും പിന്നെ ചെറിയൊരു തമാശ പോലെയായിട്ട് തോന്നണുള്ളൂ. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞ ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഏട്ടൻ എനിക്ക് തന്ന ചോക്ലേറ്റിൻ്റെ കവർ ആ ടൈമിലൊക്കെ ഭയങ്കര സ്പെഷ്യലല്ലായിരുന്നോ. അത് കഴിഞ്ഞിട്ടൊരു 3 മണിയൊക്കെ ഇത് കണ്ടൊരു ഹാപ്പിനെസ്സിലാണ് തോന്നുന്നത്. എൻ്റെ അടുത്ത് വായ പുറത്ത് പോകാൻ പറഞ്ഞു. പിന്നെ ഉണ്ണി ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയിൽ വെക്കൊരു ദൈവത്തിൻ്റെ ഒരു സംഭവം വാങ്ങണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ചെറുതുരുത്തി
കുളത്തിയല്ല സോറി, തിരുവില്ലാമല പോയി. തിരുവില്ലാമല പോയിട്ട് എന്താ മറ്റേ പഴയ പാലത്തിൻ്റെ അവിടെ നിന്നും മഴ പെയ്ത് പോയത് കാരണം നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ ഫോട്ടോ എടുക്കാനായിട്ട് പോയത്. പക്ഷേ നമുക്ക് ഭയങ്കര എന്താ മഴക്കാറും അതിൻ്റെ ഒരു ഇതിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല ലൈറ്റ് കാറ്റും പിന്നെ അവിടെ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പശു അങ്ങനെ എന്തൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പശുവിനെ തോന്നണു. എന്നിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിക്ക് വന്നു. നല്ല മഴക്കാറ് കയറിയപ്പോൾ ഞങ്ങൾ കാറിൽ വന്നു കേട്ടോ. കാറിൽ മെയിനായിട്ട് വന്ന് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന കൃഷ്ണനെ നമ്മുടെ ഉണ്ണിയതെടുത്ത് പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറെ വാങ്ങിച്ച് ശിവൻ്റെ മറ്റേ ഈശയത്തെ ശിവൻ്റെ വെക്കണം എന്നുള്ള കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് ശിവനെ വെക്കായിരുന്നത്. അപ്പോൾ ഇത് പുണ്ണി എടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്കത് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ട് അത് ഒട്ടിച്ച് വെച്ചു കേട്ടോ. അത് ഒട്ടിച്ച് വെച്ച് രുദ്രാക്ഷം കിട്ടിയില്ല, എന്നിട്ട് അത് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഒരു വിനായകനെ വെച്ചു കേട്ടോ. പിന്നെ വിനായകനെ വെച്ചു. എനിക്ക് ഈ ഗോൾഡ് കളർ വിനായകനെ ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പോൾ ഞാനത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൃഷ്ണനെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഇത് ആദ്യം ഒരു ഉരുളിയിൽ കണ്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. ഒരു മൈപ്പിയിലൊക്കെ ഉണ്ടായിരുന്നു. യാഷ സമ്മതിച്ചില്ല അത് അവിടെ ഇരിക്കാൻ, പറിച്ച് കളഞ്ഞു. ഇതിപ്പോൾ ഇനി ആൾ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ വീട്ടിലേക്ക് പോയില്ല, വണ്ടി പോയില്ല, കാറ് പോയില്ല. അത് കാരണം നമ്മൾ പള്ളിയിലാട്ടോ പാർക്ക് ചെയ്യുക. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു കൊണ്ടുവരായിരുന്നു. രാവിലെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതൊക്കെ എടുത്തു വന്നു. വീട്ടിലേക്ക് എത്തത്തിന് നല്ല മഴയിട്ടോ. വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല മഴ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണെങ്കിൽ വണ്ടിയും പോയില്ല. ആ ടൈമിലാണെങ്കിൽ നല്ല മഴ പെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ആ റോഡിൽ വെയിറ്റ് ചെയ്തു. മഴ പോകുമെന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് തീരെ മഴ പോകാതായപ്പോൾ ഞാൻ ഇറങ്ങി പോയി ഏട്ടൻ ഗ്രൗണ്ടിൽ പോയി. പിന്നെ എന്താ നമുക്ക് നോർമൽ ഡേയ്സ് പോലെ തന്നെ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തൊന്നുമില്ല. പായസമൊക്കെ വെച്ചുകൊണ്ട് പിന്നെ കേക്കൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല. എന്നാലും ഒരുപാട് വർഷം ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആയിരുന്നു. എനിക്ക് മാത്രമല്ല, എനിക്ക് ഏട്ടൻ എല്ലാവർക്കും സ്പെഷ്യൽ ഡേ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ.